വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യമായിട്ട് ഒരു വീക്കെൻഡ് റെക്കമെൻഡേഷൻ കൊടുത്തപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീരം സീരീസ് ആണ്, അടിപൊളിയാണ്, ഇത് ഞങ്ങൾ ഇതുവരെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടില്ലായിരുന്നല്ലോ, ഇത് എവിടെ നിന്നാണ് ഈ സീരീസ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻ ടു ദ നൈറ്റ് ആയിരുന്നു ആ സീരീസ്. അതുപോലെ ഇന്ന് ഇപ്പോൾ നമ്മുടെ വീക്കെൻഡ് വരാൻ പോവുകയാണ്. അപ്പോൾ വീക്കെൻഡിന് മുമ്പായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ വരെയാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള സീരീസാണ്, ഒരു 8 സീസണൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സീസൺ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സീസൺ കണ്ടാൽ മതി. അപ്പോൾ സീരീസിൻ്റെ പേര് ദ 100 എന്നാണ്. ഈ സീരീസിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ഒരു ന്യൂക്ലിയർ യുദ്ധം കഴിഞ്ഞു, ഭൂമിയിലുള്ള എല്ലാം തന്നെ നശിച്ചുപോയി. 100 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ആ 100 വർഷം കൊണ്ട് ആകെ സർവൈവ് ചെയ്തത് ഈ ശൂന്യാകാശ പേടകങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ മാത്രമാണ്. വലിയ വലിയ ശൂന്യാകാശ പേടകങ്ങളാണ്. അവിടെ അവർ അവരുടേതായ റൂളൊക്കെ ഉണ്ടാക്കി താമസിക്കുവാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങളും പോലീസും എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ശൂന്യാകാശ പേടകങ്ങളുള്ള ഓക്സിജൻ റൺ ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അവർക്കവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അവസാനം ഉള്ള 100 ആൾക്കാർ, 100 ടീനേജേഴ്സാണ്. ടീനേജേഴ്സിനെ എർത്തിലോട്ട് അയക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. കാരണം ബാക്കിയുള്ള ആ പേടകങ്ങളെല്ലാം കത്തിപ്പോവാണ്. ഈ 100 പേര് ഭൂമിയിലെത്തുവാണ്. അപ്പോൾ ഇവർക്ക് ഭൂമി എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. കാര്യം ഇവർ ജനിച്ചതെല്ലാം സ്പേസിലാണ്. അങ്ങനെ അവരെത്തുന്നു. എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ ഭൂമിയിൽ ഫേസ് ചെയ്യുന്ന ഈവൻസും സിറ്റുവേഷൻസും ഒക്കെയാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു മേക്കിംഗ്, ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഭയങ്കര സൂപ്പറാണ്. ഇതിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കും സ്റ്റോറി ലൈനും എല്ലാം. കാര്യം ഈ സീരീസിൽ നമ്മൾ വളരെ പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ്. കാര്യം കുറേ ടീനേജേഴ്സ്, അവർക്ക് ലൈഫിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇവർ എന്ത് ചെയ്യും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ? പിന്നെ ഭൂമിയിൽ ആരെങ്കിലും സർവൈവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലോട്ട് ലൈനിൽ പോകുന്ന ഒരു സീരീസാണ് ദ 100. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 7 സീസണുണ്ട്. അപ്പോൾ ഫസ്റ്റ് സീസൺ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ബാക്കി സീസൺസ് കാണുക. എൻ്റെ ഒരു ട്രൂ റിവ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, 4ാമത്തെ സീസൺ വരെ ഗംഭീരമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഗ്രാഫ് അങ്ങ് താഴോട്ട് പോയി. പക്ഷേ 4ാമത്തെ സീസൺ വരെ നമുക്ക് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുന്ന രീതിയിൽ എൻജോയ് ചെയ്ത് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന സാധനം ഉള്ളൊരു സീരീസാണ് ദ 100. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സീരീസ് കാണുക. ആദ്യത്തെ സീസണും ആദ്യ സീസൺ 2ാം സീസണും ഒക്കെ കുറച്ച് 18+ കണ്ടൻസ് ഒക്കെ ഉള്ളതാണ്. സോ ആ അലർട്ടോടുകൂടി കുട്ടികളായിട്ടൊന്നും കാണാതിരിക്കുക. അപ്പോൾ എന്തായാലും സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.